ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പാർട്ട് 2 ആണ് ഞാനിന്ന് പ്രധാനമായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലമാറ്റിക്കൽ ചോദ്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എംകോം 3rd സെമസ്റ്റർ സ്റ്റുഡൻസിനായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വിത്ത് ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ. ചോദ്യം ഇതാണ്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് 2 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം ഈ ചോദ്യം ഡിസ്കസ് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ ചോദ്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ട് 2 ചോദ്യങ്ങളാണ് ഇന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 പ്രോബ്ലമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യം ഞാൻ വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ കമ്പനി ഇഷ്യൂഡ് 10% preference shares of ₹10 each. Cost of issue is at ₹2 per share. Calculate the cost of capital if these shares are issued at par at 10% premium, 5% discount. Expected short essay type question. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യും? അതിന് മുമ്പായിട്ട് ഒരു സ്ട്രക്ചർ നമുക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടാവണം. ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഇതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതിനുശേഷം ഈ ഒരു ചോദ്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ തരാം വിത്ത് ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ. അതിനുശേഷം നമുക്ക് ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? KO എന്നാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറയാം. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന റിട്ടേണിനെയാണ്, എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനർത്ഥം ഫോർ എക്സാമ്പിൾ 12% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. 12% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നതിനർത്ഥം 12% ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ, എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ. 12% ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മീൻസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ദ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട്. ദെൻ ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് 4 ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഇതിന്റെ സബ് കാറ്റഗറി ആയിട്ടാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ KP, കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെ KD എന്ന് പറയാം. ദെൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KE, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് KR. ഇതൊക്കെ നമുക്ക് ഇതിന്റെ സബ് കാറ്റഗറി ആയിട്ട്, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ സബ് കാറ്റഗറി ആയിട്ട് ഈ 4 എണ്ണത്തിനെ പറയാൻ വേണ്ടി പറ്റും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ മെയിൻ തിങ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ സബ് കാറ്റഗറി ആയിട്ടാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത്. ഇതിനെ കോമൺ ആയിട്ട് ഈ 4 സബ് കാറ്റഗറീസ് ആണ് പ്രധാനമായിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉള്ളത്. അപ്പോൾ ഓരോന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടാവും, അതിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയാം. മീൻസ് നമ്മൾ ആരോടെങ്കിലും കടമൊക്കെ വാങ്ങിയിട്ടുണ്ടാവും, കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് പലിശ കൊടുക്കേണ്ടി വരും. ദാറ്റ്സ് എ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അതാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആരോടെങ്കിലും ഡെപ്റ്റ് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ടതാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 12% കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നതിനർത്ഥം 12% കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. എക്സാമ്പിൾ ആണ്, 12% കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നതിനർത്ഥം നമ്മൾ ഡെപ്റ്റ് വാങ്ങിയതിന്റെ മുകളിൽ കൊടുക്കേണ്ടത് 12% എന്നതാണ് അർത്ഥം. നമ്മൾ കടം വാങ്ങിയതിന്റെ മുകളിൽ കൊടുക്കേണ്ടത് 12% എന്നതാണ് അർത്ഥം. ദെൻ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ KP. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, അവർക്ക് കൊടുക്കേണ്ട റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അനദർ എക്സാമ്പിൾ ഞാൻ പറയാം. 15% കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നതിനർത്ഥം 15% പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട റിട്ടേൺ. ദെൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്ന KE നമുക്കറിയാം. ഫോർ അനദർ എക്സാമ്പിൾ ഞാൻ പറയാം. 18% കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നതിനർത്ഥം, ഞാൻ ഇവിടെ എക്സാമ്പിൾ ആണ് പറയുന്നത്, 18% കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നതിനർത്ഥം KE എന്നതിനർത്ഥം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത് 18% ആണ്. ദെൻ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് എമൗണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും, അതിന്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് KR. നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നത്, നിലനിർത്തി സൂക്ഷിച്ചു വെക്കുന്നതിനാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറയാം. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് പ്രധാനമായിട്ട് 4 ആയിട്ട് തിരിക്കാം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ദിസ് ഈസ് ദ ഫൈനൽ ക്രക്സ് ഓഫ് ദ സ്റ്റോറി. ദാറ്റ് മീൻസ് ഫൈനൽ സമ്മറി ചാർട്ട്. ദിസ് വൺ ഈസ് എ ക്രക്സ് ഓഫ് ദ സ്റ്റോറി. ദാറ്റ് മീൻസ് സമ്മറി ചാർട്ട്. ഒരു സമ്മറി ചാർട്ട് ആയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റും. ദെൻ വി മൂവ് ഓൺ ദ ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. എ കമ്പനി ഇഷ്യൂഡ് 10,000 preference shares, 10% preference shares at ₹10 each. Cost of issue is 2 per share. Calculate the cost of capital. Here
വാട്ട് ഈസ് കാൽക്കുലേറ്റ്? പ്രിഫറൻസ് ഷെയർസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. KP ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലും ഏത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏത് സബ് കാറ്റഗറിയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് പ്രിഫറൻസ് ഷെയർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ നമ്മൾ ആദ്യം ഓർത്ത് വെക്കണം. അപ്പൊ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നായിരിക്കും ചിലപ്പോൾ പറയാം, ചിലപ്പോൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് തന്നെ തരാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് മാത്രമേ തരുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യനിൽ ഏതാണ് തന്നിട്ടുള്ളത് നോക്കുക. പ്രിഫറൻസ് ഷെയർസ് ആണ് തന്നിട്ടുള്ളത് എങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ KP ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇവിടെ 4 കാര്യമായിട്ടാണ് പറയുന്നത്. അറ്റ് പാർ, അറ്റ് 10%, 3 കാര്യമായിട്ടാണ് പറയുന്നത്. അറ്റ് പാർ, അറ്റ് 10% പ്രീമിയം, അറ്റ് 5% ഡിസ്കൗണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യം നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഉണ്ട്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കും? ഫസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ക്വസ്റ്റ്യൻ കണ്ടാൽ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണോ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? ദിസ് വൺ, ഈ ഒരു ചോദ്യത്തില് ഇയർ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു ചോദ്യത്തിൽ ഇയർ എന്ന് പറഞ്ഞ് തന്നിട്ടില്ല. ഇയർ ഇത്രയാണ്, അതായത് 10 വർഷം കൊണ്ടാണ് നിങ്ങൾ തിരിച്ചടക്കേണ്ടത്, 5 വർഷം കൊണ്ടാണ് ഇത് റിഡീം ചെയ്യേണ്ടത് എന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇയർ ക്വസ്റ്റ്യനിൽ പറയാത്ത പക്ഷം ദാറ്റ് ഈസ് ഇറഡീമബിൾ ആണ്. ഇയർ തരാത്തത്, ക്വസ്റ്റ്യനിൽ ഇയർ തരാത്തത് ഇറഡീമബിൾ ആയിരിക്കും. എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇത് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ഇറഡീമബിൾ ആണോ റെഡീമബിൾ ആണോ എന്ന് ചിലപ്പോൾ പറയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യനിൽ ഇയർ തരാത്തത്, ക്വസ്റ്റ്യനിൽ ഇയറിനെ കുറിച്ച് ഒന്നും തന്നെ പറയാത്തത്. ഇവിടെ ഇയറിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നില്ല. 10 years 5 years എന്ന് പറഞ്ഞ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും, ഇവിടെ ഒന്നും തന്നെ പറയുന്നില്ല. അതുകൊണ്ടാണ് അത് ഇറഡീമബിൾ എന്ന് പറയുന്നത്. റെഡീമബിൾ ആണെങ്കിലോ ക്വസ്റ്റ്യനിൽ ഇയർ പറയും, ഇത്ര വർഷം കൊണ്ടാണ് നിങ്ങൾ ഇത് തിരിച്ചടക്കേണ്ടത് എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് റെഡീമബിൾ. റെഡീമബിൾ ആണെങ്കിൽ ഇയർ തരും, ഇറഡീമബിൾ ആണെങ്കിൽ ഇയർ തരില്ല. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഇനി ഇതിന് രണ്ടിനും ഇക്വേഷൻ ഉണ്ട്. ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഹിയർ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ് എങ്കിൽ DP ഡിവൈഡ് ബൈ NP into 100. DP ഡിവൈഡ് ബൈ NP into 100. ദെൻ കോസ്റ്റ് ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ DP പ്ലസ് 1/n into RV മൈനസ് NP ഡിവൈഡഡ് ബൈ 1/2 into RV പ്ലസ് NP. ഇവിടെ ഓരോ വാല്യൂ ഞാൻ പറഞ്ഞുതരാം. DP എന്ന് പറയുന്നത് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ്. പ്രിഫറൻസ് ഡിവിഡൻഡിനെയാണ് DP എന്ന് പറയാം. പ്രിഫറൻസ് ഡിവിഡൻഡിനെയാണ് DP എന്ന് പറയാം. ഡിവിഡൻഡ് എത്രയാണെന്നുള്ളത്. Then NP means net proceeds ആണ്. അതെന്താണെന്ന് നമുക്ക് ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ദെൻ ഇവിടെയുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ RV എന്ന് പറയുന്നത് റെഡീമബിൾ വാല്യൂ ആണ്. ഓക്കെ, NP net proceeds. That's all about this question. Then ഇനി ഈ ചോദ്യം നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാന്ന് മനസ്സിലാക്കാം, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു ചോദ്യം നമ്മൾ ഇറഡീമബിൾ ആണെന്ന് മനസ്സിലായി. കാരണം എന്താ? ഈ ഒരു ചോദ്യത്തിൽ ഇയർ തരുന്നില്ല. ഇയറിനെ കുറിച്ച് എവിടെയും പറയുന്നില്ല. ഇത്ര വർഷം കൊണ്ട് തിരിച്ചടക്കണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി? ഇറഡീമബിൾ ആണെന്ന് മനസ്സിലാക്കി. ഇറഡീമബിൾ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? DP ഡിവൈഡ് ബൈ NP into 100. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഇക്വേഷൻ. ദെൻ 3 കണ്ടീഷൻ ആയിട്ടാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഫസ്റ്റ് അറ്റ് പാർ ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അറ്റ് പാർ മീൻസ് ഷെയർ വാല്യൂ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫേസ് വാല്യൂ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10,000 ഷെയർസ് ആണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. 10,000 ഷെയർസ് 10 രൂപ വെച്ച് 1 ലക്ഷം രൂപയാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. 10,000 into 10, 10,000 ഷെയർസ് നമ്പർ ഓഫ് ഷെയർസ് ആണുള്ളത്. 10,000 into ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. 10,000 into 10, ദാറ്റ് മീൻസ് 1 lakh rupees ആണ് ഇവിടുത്തെ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. 1 lakh rupees ആണ് 1 lakh rupees ആണ്. 1 lakh rupeesനോട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്തെങ്കിലും കോസ്റ്റ് ഓഫ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ബ്രോക്കറേജ് കോസ്റ്റ് ഓഫ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ കുറച്ചുകൂടെ വേണം. ഇവിടെ 2 രൂപ കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ 10,000 into 2 20,000 എന്ത് ചെയ്യണം? 1 ലക്ഷത്തിൽ നിന്ന് കുറക്കണം. 20,000 കുറക്കണം. അപ്പൊ 1 ലക്ഷം മൈനസ് 20,000 80,000. ദാറ്റ് വി ഗെറ്റ് ഇറ്റ് ആസ് നെറ്റ് പ്രൊസീഡ്സ്. നെറ്റ് പ്രൊസീഡ്സ് 80,000 നമുക്ക് കിട്ടും. അപ്പോ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഷെയർ വാല്യൂ എത്രയാണോ, 10,000 ഷെയർ ആണ് ഇവിടെ ഉള്ളത്, അതിനെ 10 ഒരു ഷെയറിന്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമുക്ക് എമൗണ്ട് കിട്ടും, ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടും. അപ്പോൾ 1 ലക്ഷം ആണ് വരിക. 1 ലക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും കോസ്റ്റ് ഓഫ് ഇഷ്യൂ, ബ്രോക്കറേജ്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. ഇവിടെ കോസ്റ്റ് ഓഫ് ഇഷ്യൂ 2 രൂപ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10,000 ഷെയറിന് 2 രൂപ വെച്ച് 10,000 into 2 20,000. അപ്പോൾ 1 ലക്ഷത്തിൽ നിന്ന് 20,000 കുറച്ചാൽ 80,000 രൂപ. ദാറ്റ് യു ഗെറ്റ് ഇറ്റ് ആസ് നെറ്റ് പ്രൊസീഡ്സ്. ദെൻ നെറ്റ് പ്രൊസീഡ്സ് നമുക്ക്
80,000 കിട്ടി. പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ് കിട്ടുക? പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഷെയറിന്റെ എമൗണ്ട്, അതായത് 10,000 ഇൻറ്റു 10, 10,000 ഇൻറ്റു 10 എത്രയാ? 1 lakhs. 1 lakhs അല്ലേ? 1 lakhs അല്ലേ? 1 lakhs ഇൻറ്റു 10% അല്ല അതിന്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും 10% ആണെങ്കിൽ 10% തരും, 8% ആണെങ്കിൽ 8% എന്ന് പറയും. ഇതാണ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. 10% ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തരുന്നത്. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 100, 1 lakh ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 എത്ര കിട്ടും? 10,000. അപ്പൊ 10,000 ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഡി പി ഡിവൈഡ് ബൈ എൻ പി ഇൻറ്റു 100 ആണല്ലോ. ഡി പി എത്രയാ? ഡി പി 10,000, പ്രിഫറൻസ് ഡിവിഡൻഡ് 10,000 then divided by net proceeds 80,000 into 100. 10,000 divided by 80,000 into 100, 12.5% that we get it as shares issued at par. പാറിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ. Then second ഏരിയയിലേക്ക് പോവാം. ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ നമുക്ക് എത്ര കിട്ടി? 12.5% കിട്ടി. ഇനി ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയത്തിന് 10% പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പൊ പ്രിഫറൻസ് ഡിവിഡൻഡ് ഇവിടെ എത്ര വരിക? പ്രിഫറൻസ് ഡിവിഡൻഡ് ഇവിടെ എത്ര വരിക? സെയിം തന്നെയാണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് അല്ല, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്താലും ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്താലും പ്രിഫറൻസ് ഡിവിഡൻഡ് സെയിം ആയിരിക്കും. അതാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. പ്രിഫറൻസ് ഡിവിഡൻഡ് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്താലും ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്താലും സെയിം ആയിരിക്കും. പക്ഷേ നെറ്റ് പ്രൊസീഡ്സ് മാറും. പ്രിഫറൻസ് ഡിവിഡൻഡ് അപ്പം നമ്മൾ 1 lakh ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100, 10% ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ് വരുന്നത്. 10 ഡിവൈഡ് ബൈ 100 that is 1 lakh in 10,000 into 10, 1 lakh into 10%, 1 lakh into 10 divided by 100, that means 10,000 is the preference dividend. The net proceeds ഇവിടെ മാറും. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി 10,000 ഷെയർസ് ആണ് ഉള്ളത് നമുക്കറിയാം. 10,000 ഇൻറ്റു ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ട് അങ്ങനെ 1,00,000 രൂപ നമുക്കറിയാം 1 lakh rupees ആണെന്ന് അറിയാം. 1 lakh rupees, 10,000 into 10, total number of share capital. Then ഇത് 10% പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ഈ 1 lakhന്റെ 10% പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ 1 lakh plus 10% of 1 lakh, 1 lakh plus 10% of 1 lakh. That means 10% of 1 lakh എത്രയാ? 10,000. That is 1 lakh plus 10,000. 1 lakh plus 10,000. 1 lakh plus 10,000. 1 lakh plus 10,000. 1 lakh 10,000. ഇതിന്റെ കൂടെ എന്തെങ്കിലും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അങ്ങനെ എന്തെങ്കിലും കുറക്കാനുണ്ടെങ്കിൽ അതോടെ കുറക്കണം. നമുക്കറിയാം, കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്തെങ്കിലും കുറക്കാനുണ്ടെങ്കിൽ അത് കുറക്കണം. കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് 2 രൂപ വെച്ചിട്ടാണ് നമുക്കറിയാം. അപ്പോൾ 10,000 into 2, 20,000 അതിൽ നിന്ന് കുറയ്ക്കും കൂടെ വേണം. 1,10,000 നിന്ന് 20,000 കുറക്കണം. 90,000 രൂപയാണ് കിട്ടുക. അപ്പോൾ ഡി പി ഇവിടെ 10,000 കിട്ടി, എൻ പി ഇവിടെ 90,000 കിട്ടി. അപ്പോൾ ഡി പി ഡിവൈഡ് ബൈ എൻ പി ഇൻറ്റു 100 ആണ് ഇക്വേഷൻ വരിക. ഡി പി 10,000 ഡിവൈഡ് ബൈ 90,000 ഇൻറ്റു 100, 11.11% ആണ് കിട്ടുക. 10,000 ഡിവൈഡ് ബൈ 90,000 ഇൻറ്റു 100, 11.11% ആണ് കിട്ടുക. അപ്പോൾ ഷെയർസ് ഇഷ്യൂ ആയിട്ട് പ്രീമിയം. അപ്പോൾ പ്രീമിയം എമൗണ്ടിലെ നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 1,00,000 രൂപയാണല്ലോ ടോട്ടൽ ഉള്ളത്. 1,00,000-നോട് 10% ആണ് പ്രീമിയത്തിൽ വെക്കുന്നത്. 10% ഓഫ് 1,00,000. 1,00,000 പ്ലസ് 10% ഓഫ് 1,00,000. ദാറ്റ് മീൻസ് 1,00,000 പ്ലസ് 10% ഓഫ് 1,00,000 എത്രയാ? 10,000. 1,00,000 പ്ലസ് 10,000, 1,10,000. 1,10,000 നിന്ന് കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കുറക്കണം. കോസ്റ്റ് ഓഫ് ഇഷ്യൂ 20,000. 1,10,000 മൈനസ് 20,000, 90,000. That we get it as net proceeds. അപ്പോൾ ഡി പി 10,000 ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് 90,000 ഇൻറ്റു 100, 11.11%. ക്വസ്റ്റിന്റെ ആദ്യത്തെ 2 ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അറ്റ് പാറും അറ്റ് 10% പ്രീമിയം നോക്കി. then at 5% ഡിസ്കൗണ്ട് എത്രയാണെന്ന് നോക്കാം. at 5% ഡിസ്കൗണ്ട്, ക്വസ്റ്റിന്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് at 5% ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ 5% ഡിസ്കൗണ്ട്. ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്താലും പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്താലും പ്രിഫറൻസ് ഡിവിഡൻഡ് ഡി പി സെയിം ആയിരിക്കും. 10,000 തന്നെയാണ് വരിക. 1 lakh into 10 ഡിവൈഡ് ബൈ 100. then നെറ്റ് പ്രൊസീഡ്സ് മാറും. നെറ്റ് പ്രൊസീഡ്സ് 1 lakh ആണല്ലോ ഉള്ളത്. 1 lakh ആണ് നമ്മൾ നേരത്തെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh ആണുള്ളത്. അതിൽ നിന്ന് ഡിസ്കൗണ്ടിന്റെ 5% കുറക്കാം. പ്രീമിയം ആഡ് ചെയ്യുക, ഡിസ്കൗണ്ട് കുറക്കുക. പ്രീമിയം നമ്മൾ നേരത്തെ പ്രീമിയം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 10% ആഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രീമിയം ആയതുകൊണ്ടാണ് ആഡ് ചെയ്തത്. ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ലെസ് ചെയ്യണം. 5% ഓഫ് 1 lakh എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. 1 lakh minus 5% of 1 lakh. That means 1 lakh minus 5,000. 1 lakh minus 5,000 എത്ര കിട്ടും? 95,000 കിട്ടും. 95,000 നിന്ന് എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഉണ്ട്. കോസ്റ്റ് ഓഫ് ഇഷ്യൂ നമുക്കറിയാം 10,000 into 2, 20,000 മൈനസ് ചെയ്യണം. 95,000 minus 20,000,
That we get it as 75,000 is the answer. 75,000 is the answer. അപ്പോൾ നമുക്ക് NP net proceeds 75,000 കിട്ടി. Then preference dividend 10,000 തന്നെയാണ്. 10,000 divided by 75,000 into 100. 13.33% that we get it as the answer. 13.33%. അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൽ നെറ്റ് പ്രൊസീഡ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബാക്കി പ്രിഫറൻസ് ഡിവിഡൻഡ് എന്തായാലും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് DP കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇവിടെ നെറ്റ് പ്രൊസീഡ്സ് മാത്രമാണ്. ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് മൈനസ് ചെയ്യണം. അതായത് ഷെയറിൽ നിന്ന് ഡിസ്കൗണ്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യണം. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. നെറ്റ് പ്രൊസീഡ്സ് പ്രീമിയത്തിനാണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുക. ദെൻ ഡിസ്കൗണ്ടിലാണെങ്കിൽ ജസ്റ്റ് ലെസ് ചെയ്യുക. എന്തെങ്കിലും കോസ്റ്റ് ഓഫ് ഇഷ്യൂ അതുപോലെ തന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദിസ് വൺ ഈസ് ഓൾസോ ദ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓർ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നെയാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യമാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ a company issues 1,10% preference shares at ₹10 each. Calculate the cost of preferential capital if it is redeemable after 10 years. Carefully see friends, this question mentioned the years. 10 yearsനുള്ളിലാണ് ഇത് റീപേ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ ഇയർ പറയുന്നത് കൊണ്ട് നമുക്കിത് ഇയർ പറയുന്നതിനാൽ ഇത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ്. ഈ ഇക്വേഷൻ ആണ് പോസിബിൾ ആവുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ്. കാരണം എന്താണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ ഇയർ പറയുന്നുണ്ട്. സോ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. അറ്റ് പാറിന് ഇഷ്യൂ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അറ്റ് 5% പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഇതിൽ എ കമ്പനി ഇഷ്യൂസ് 1,10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 each. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഫ് ഇറ്റ് ഈസ് റിഡീമബിൾ ആഫ്റ്റർ 10 years. ഇയേഴ്സ് പറയുന്നത് കൊണ്ട് റിഡീമബിൾ ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ റിഡീമബിളിന്റെ ഇക്വേഷൻ ജസ്റ്റ് എടുത്ത് എഴുതി. DP പ്ലസ് 1/n into RV minus NP divided by 1/2 into RV plus NP into 100. This is the equation. Cost of redeemable preference share capital equation ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യം DP കാൽക്കുലേറ്റ് ചെയ്യണം. അറ്റ് പാറിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആദ്യം നമുക്ക് അറ്റ് പാറിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അറ്റ് പാറിനാണ്. അപ്പൊ നമ്മൾ എഴുതുക, ക്വസ്റ്റ്യന്റെ സബ് പാർട്ട് ആയിട്ടുള്ള A എന്ന് എഴുതിയിട്ട് അറ്റ് പാർ എന്ന് കൊടുക്കുക. ഹെഡിങ് അറ്റ് പാർ എന്ന് കൊടുക്കുക. അപ്പൊ അറ്റ് പാറിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, അതായത് ഫേസ് വാല്യൂവിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയായിരിക്കും? പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 1 lakh ഷെയർസ് ഇവിടെ നോക്കാം, ശ്രദ്ധിച്ച് കേൾക്കാം. 1 lakh ഷെയർസ്, ഒരു ഷെയറിന് 10 രൂപ വെച്ച് 10 lakh. 1 lakh into 10 lakhs. 10 lakhsന്റെ 10%. 10 lakhsന്റെ 10% ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. 10 lakhsന്റെ 10%. 10 lakhs into 10 divided by 100. That means 1 lakh is the preference dividend. 1 lakh ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. Then redeemable value എന്ന് പറയുന്നത് അതിന്റെ ഫേസ് വാല്യൂ ആണ്. redeemable value ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 lakh into 10. 1 lakhനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. That is 10 lakh is the redeemable value. Net proceeds ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുക. നെറ്റ് പ്രൊസീഡ്സ് അറ്റ് പാറിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 1 lakh into 10 തന്നെയാണ് വരിക. പ്രീമിയത്തിനാണെങ്കിൽ അതോടെ ചേഞ്ച് ചെയ്യും. 1 lakh into 10 തന്നെയാണ് അറ്റ് പാർ ആകുമ്പോൾ വരിക. 1 lakh into 10 lakh തന്നെയാണ് നെറ്റ് പ്രൊസീഡ്സ് വരിക. ഇവിടെ n എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ തരുന്നുണ്ട്, അതായത് നമ്പർ ഓഫ് ഇയേഴ്സ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ് 10. Got it? Then ഇക്വേഷൻ എഴുതുക. KP is equal to DP plus 1/n into RV minus NP divided by 1/2 into RV plus NP into 100. Yes, DP എത്രയാണ്? പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ്? 1 lakh. 1 lakh plus ഇക്വേഷൻ നോക്കാം. 1/n, n means 10, 1/10 into 10 lakh minus 10 lakh. 10 lakh minus 10 lakh divided by 1/2 into RV plus NP. RV means 10 ലക്ഷം, NP also 10 ലക്ഷം. 10 ലക്ഷം plus 10 ലക്ഷം into 100. This was the ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. അപ്പോൾ 1 lakh plus 1/10 into 10 lakh minus 10 lakh എത്രയാ? 0 അല്ലേ? 1/10 into 0 എത്രയാ? എത്ര കൊണ്ട് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ വരിക? 0 തന്നെ വരിക. അപ്പൊ ഇത് 0. അപ്പൊ ഈ ഒരു ഭാഗം ഒന്നും തന്നെ ഇല്ല, 0, ഫുൾ ഓഫ് 0. Then 1 lakh മാത്രം എടുത്തെഴുതി. 1 lakh divided by 1/2 into 10 lakh plus 10 lakh. 10 lakh plus 10 lakh എത്രയാ? 20 lakh. 10 lakh plus 10 lakh 20 lakh. 1/2 into 20 lakhs. 1/2 into 20 lakhs means 20 lakhsന്റെ പകുതി 10 lakhs. അപ്പോൾ 1 lakh divided by 10 lakh into 100, 10%. That we get it as a
കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പാർ. പാറിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ഇഷ്യൂഡ് അറ്റ് പാർ, പാറിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ക്വസ്റ്റ്യന്റെ ആദ്യത്തെ എ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. ഇഷ്യൂഡ് അറ്റ് പാർ. ദെൻ 5% പ്രീമിയം. ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ക്വസ്റ്റ്യന്റെ ബി പാർട്ടിലേക്ക് വരികയാണ്. ബി പാർട്ട് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പൊ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. 5% പ്രീമിയം അല്ലെ, 5% പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരിക എന്നതാണ് ചോദ്യത്തിൽ ചോദിക്കുന്നത്. 5% പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ഇക്വേഷൻ കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. കാരണം എന്താണ്, ഇയേഴ്സ് സ്പെസിഫൈ ആയിട്ട് പറയുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ ഇയർ പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ ഇയർ പറയുന്നത് കൊണ്ട് റെഡീമബിൾ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കറിയാം ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അപ്പൊ നെറ്റ് പ്രൊസീഡ്സിൽ മാത്രമാണ് ചേഞ്ചസ് വരിക. ഡി പിയും ആർ വി ഒക്കെ ഏകദേശം സെയിം തന്നെയായിരിക്കും. അപ്പോ ഇക്വേഷൻ ഇതാണ്, ഡി പി പ്ലസ് 1/n into RV minus NP divided by 1/2 into RV plus NP. ഡി പി 1 lakh തന്നെയാണ് വരിക, 10 lakh തന്നെയാണ്. 1 lakh into 10, 10 lakh, 1 lakh into 10, 10 lakh, 10 lakhന്റെ 10%, 10 lakhന്റെ 10% ആണ് ഡി പി വരിക. ദാറ്റ് ഈസ് 1 lakh, 10 lakhന്റെ 10%, 10 lakh into 10 divided by 100. ദെൻ റെഡീമബിൾ വാല്യൂ അതിന്റെ ഫേസ് വാല്യൂ ആണ്. ഫേസ് വാല്യൂ 10 രൂപയ്ക്കാണെന്ന് പറയുന്നുണ്ട്. ഫേസ് വാല്യൂ 10 രൂപയ്ക്ക് ആയതുകൊണ്ട് 1 lakh into 10, 10 lakh. ദെൻ നെറ്റ് പ്രൊസീഡ്സ് ഇവിടെ ചേഞ്ച് ചെയ്യും. നെറ്റ് പ്രൊസീഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം ഇവിടെ 5% പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. 5% പ്രീമിയം, ദാറ്റ് മീൻസ് 10 lakhsന്റെ 1 lakh into 10, 10 lakhsന്റെ 10 lakhs plus 5% of 10 lakh, 10 lakh plus 5% of 10 lakh, 5% പ്രീമിയത്തിനാണ് വിൽക്കുന്നത്. 10%, അതായത് 5% of 10 lakh, 10 lakh plus 5% of 10 lakh, 5% of 10 lakh എത്രയാ, 50,000. 10 lakh plus 50,000, 10 lakh 50,000 ഇവിടെ എന്ത് ചെയ്യുന്നത്, നെറ്റ് പ്രൊസീഡ്സ് വരുന്നത്. n നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ഇയേഴ്സ് 10 ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡി പി പ്ലസ് 1/n into RV minus NP divided by 1/2 into RV plus NP. ഡി പി എത്ര വരിക, ഡി പി 1 lakh കൊടുത്തു, പ്ലസ് 1/10, 1/n ആണ് ചോദിക്കുന്നത്. n എന്ന് പറയുന്നത് 10 ആണ്. 1/10 into RV redeemable value 10 lakh minus net proceeds 10,50,000, 10 lakh minus 10,50,000 divided by 1/2 into RV 10 lakh plus 10,50,000. ഇവിടെ ശ്രദ്ധിക്കാം, into 100, that is the equation, into 100, that is the equation. Then 1 lakh plus 1/10 into 10 lakh minus 10,50,000. ഇവിടെ മൈനസ് ഫിഗർ ഒരിക്കലും വരില്ല, കാരണം ജസ്റ്റ് ഇവിടെ എമൗണ്ട് ആയതുകൊണ്ട് മൈനസ് ഫിഗർ വരില്ല. 10 lakh minus 10,50,000 എത്രയാ, 50,000 മൈനസ് ആണ്. പക്ഷെ മൈനസ് ഫിഗർ നമ്മൾ എടുക്കാൻ പാടില്ല, മൈനസ് ഫിഗർ ഇതിൽ വരില്ല. 50,000 into 1/10, 50,000 into 1 divided by 10, that means 5,000 plus 1 lakh, 1 lakh 5,000, 1 lakh plus 1/10 into 50,000, 1/10 into 50,000 is equal to 5,000. അപ്പോൾ 1 lakh plus 5,000 divided by 1/2 into 10 lakh plus 10,50,000, 10 lakh plus 10,50,000 എത്രയാ, 20,50,000 divided by 2, that means 1/2 into 20,50,000 ആണല്ലോ, 20,50,000 ആണ്. 1/2 into 20,50,000, 20,50,000ന്റെ പകുതി 10,25,000, 1,05,000 divided by 10,25,000 into 100, 10.24% that you get it as an answer, 10.24%. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കാൻ നമ്മൾ ഇന്ന് 2 ചോദ്യമാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടി, 10.24% കിട്ടി. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് പാർ ആണെങ്കിലോ 10% ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ രണ്ടിന്റെ ആൻസർ നമുക്ക് കിട്ടി, ഇഷ്യൂഡ് അറ്റ് പാറും കിട്ടി, 5% പ്രീമിയത്തിനും കിട്ടി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി. 2 ക്വസ്റ്റ്യൻ മനസ്സിലാക്കി, കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ മനസ്സിലാക്കി. ഇറഡീമബിൾ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇയർ തരില്ല, റെഡീമബിൾ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇയർ തരും. അങ്ങനെയാണ് റെഡീമബിൾ ഇറഡീമബിൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് പ്രധാനമായിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തത്. KP, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി 3 ഭാഗം ഇനിയുണ്ട്. ജസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് ചെയ്യുക, അതിന്റെ 2 രീതിയിലുള്ള പ്രോബ്ലം, അതായത് റെഡീമബിൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എക്സ്പെക്ടഡ് ഷോർട്ടസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ essay ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 2 പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ചോദ്യം കാണുന്ന സമയത്ത് റെഡീമബിൾ ആണോ ഇറഡീമബിൾ ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പാർട്ട് 2 ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്.
ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പാർട്ട് 2 ആണ് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇനി അപ്ലോഡ് ചെയ്യാനുള്ളത് പാർട്ട് 3 ആണ്. പാർട്ട് 3 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. ഇന്ന് ഒരു 2 ക്വസ്റ്റ്യനും അതിന്റെ ക്ലിയർ കട്ട് എക്സ്പ്ലനേഷനും ആണ് പ്രധാനമായിട്ട് തന്നിട്ടുള്ളത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.